മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. Praise the Lord. Yes. Let's turn our attention to Matthew chapter 5 and verses 8. Praise the Lord. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതായ വേദഭാഗം എന്തായിരുന്നു? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നു അല്ലേ, അവർക്ക് കരുണ ലഭിക്കും. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നതായ വിഷയം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇതൊരു വളരെ വെല്ലുവിളി കൊണ്ട് നിറയപ്പെട്ടതായ ഒരു വാക്യശകലമാണ്. In the previous week we meditated on the 7th verse, blessed are the merciful for they will be shown mercy. This week, blessed are the pure in heart for they will see God, and this is a challenging verse. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെതായ ജനത്തോട് സംസാരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതായ നിലയിൽ ദൈവരാജ്യത്തിൻ്റെതായ പൗരന്മാർ അല്ലെങ്കിൽ സിറ്റിസൻസ് ഹല്ലേലൂയ അവർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായ നിലയിലുള്ളതായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. And Jesus, while he was ministering to the crowd, he taught them how to be. ആമേൻ. അവിടെ ഒന്നാമത് നമ്മൾ ചിന്തിച്ച ആത്മാവിൽ ദരിദ്രരായിരിക്കാൻ തക്കവണ്ണം ചിലപ്പോൾ എളുപ്പമുള്ള കാര്യമായിരിക്കാം. And we spoke of blessed being poor in spirit. That may be easy. ആമേൻ. അതുപോലെ ദുഃഖിക്കുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും കഴിയും. And this verse which says blessed are the mourn, that's easy. അതുപോലെ തന്നെ സൗമ്യതയോടുകൂടെ പെരുമാറുവാനും നമുക്ക് ശ്രമിച്ചാൽ കഴിയുന്നതാണ്. We talk about it's easy to be meek. നീതിക്ക് വേണ്ടി വിശക്കുവാനും നമുക്ക് ശ്രമിച്ചാൽ കഴിയുന്ന കാര്യമാണ്. It's also easy to thirst for hunger. ആമേൻ. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ കരുണയോടുകൂടെ നമുക്ക് മറ്റുള്ളവരോട് ഇടപെടുവാനും നമുക്ക് ശ്രമിച്ചാൽ കഴിയുന്നതായ കാര്യം തന്നെയാണ്. And it is also possible to be merciful if we try. എന്നാൽ ഇന്ന് വായിച്ച വേദഭാഗം നമ്മളെല്ലാവരും ഹല്ലേലൂയ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആർക്കാ നമുക്ക് ഹൃദയശുദ്ധിയോടുകൂടെ നിഷ്കളങ്കമായ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ആർക്കാണ് കഴിയുന്നത് എന്നുള്ളത് നമ്മുടെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും ചോദ്യചിഹ്നമായിരിക്കുന്നതായ ഒരു കാര്യമാണ്. And this is a big question mark in our life, how to lead a clean, righteous life. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയുമ്പോൾ നമ്മൾ എല്ലാവരും എത്ര പേരാ പോകും എന്നുള്ളത് കണ്ടറിയാന്നൊക്കെ പറയുന്നത്. And that's why we often say how we can look and find how many will be taken when Jesus comes again. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ രീതിയിൽ അല്ലെങ്കിൽ ഹൃദയശുദ്ധിയോടുകൂടെ പരിശുദ്ധമായ ഒരു ജീവിത നിലവാരം നടത്തുവാൻ കഴിയുകയില്ല എന്നുള്ളതായ ഒരു സാഹചര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. And we say so because we come to this observation that it's not easy to lead a holy life. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മറ്റ് നേരത്തെ പറഞ്ഞതായ സകല വിഷയങ്ങളോടുള്ളതായ ബന്ധത്തിൽ തന്നെ പിന്നെയും കർത്താവ് പറയുന്നതായ കാര്യമാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. And here is Jesus teaching us that blessed are the pure in heart for they will see God. അപ്പോൾ ഇത് ദൈവമായ കർത്താവ് തീർച്ചയായിട്ടും അവരോട് സംസാരിക്കുന്നത് അവരെ ഏതെങ്കിലും വിധത്തിൽ കുറച്ച് കാണിക്കുവാനായിട്ടല്ല, അവരെ ഏതെങ്കിലും തരത്തിൽ ഉയർത്തി സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുവാനായിട്ടാണ് കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നത്. And Christ is not teaching this to make someone feel smaller but to raise their standards. അപ്പോൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആയിരിക്കുന്ന ആ നിലവാരമല്ല, അല്പം കൂടെ ഉയർന്ന എന്ന് പറഞ്ഞാൽ ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ശുദ്ധീകരിക്കപ്പെട്ടതായ ഹൃദയ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം. അതാണ് കർത്താവിന്റെ ആഗ്രഹം. And this is what Christ expects, that we don't remain at the same but we raise the standards of holiness to one he expects. അപ്പോൾ അതിനോടുള്ളതായ ബന്ധത്തിൽ അല്പസമയം ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. And I want to take the next few moments to teach you from those. ഒന്നാമത് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ ഒന്നാമത്തെ പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ, പ്യൂരിറ്റി ഓഫ് ഹാർട്ട് വാട്ട് ഇറ്റ് ഈസ് നോട്ട്, അല്ലെങ്കിൽ ഹൃദയശുദ്ധി എന്തല്ല എന്നുള്ളതായ കാര്യമാണ്. And the first thing I want to teach you is what is not purity of heart. ആമേൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ പാപരഹിതമായ ഒരു പൂർണ്ണതയല്ല ഇവിടെ അർത്ഥമാക്കുന്നത്.
What it means is not a life free of sin. ആമേൻ. ഹല്ലേലൂയ. പാപരഹിതമായ ഒരു ജീവിതം എന്നെ കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന് ദൈവവചനം തന്നെ നമുക്ക് പറയുന്നുണ്ട്. The word itself teaches us that it is impossible for us to live a life without sin. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 യോഹന്നാന്റെ പുസ്തകം ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. In 1 John chapter 1 verse 8. ആമേൻ. 1 John chapter 1 verse 8. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. If we claim to be without sin, we deceive ourselves and the truth is not in us. ഇത് ആരാ പറയുന്നത്? Now who has uttered this? ഇത് എഴുതുന്നതായത് അപ്പോസ്തലനായ യോഹന്നാൻ. This has been written by Apostle John. കർത്താവിൻ്റെതായ ശിഷ്യന്മാരിൽ 12 പേരിൽ പ്രത്യേകിച്ച് ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നതായ ഒരു ശിഷ്യനാണ്. And he was part of the inner circle of the 12 disciples. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടതായ ഒരു ശിഷ്യനായിരുന്നു. He was a disciple most loved by Jesus. കർത്താവിനോടൊപ്പം മറുരൂപമലയിൽ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നതായ വ്യക്തിയാണ്. He was there at the transfiguration. അതുപോലെ തന്നെ വെളിപ്പാട് പ്രാപിച്ചതായ വ്യക്തിയാണ്. He was the one who got the revelation. ഇദ്ദേഹമാണ് പറയുന്നത് എനിക്ക്, അപ്പോൾ നമുക്ക്, നിങ്ങൾക്കെന്നല്ല അദ്ദേഹം പറയുന്നത്, നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മൾ ഇല്ലാതെയായി. And here is John saying, if not, he doesn't say you, but we, if we claim to be without sin, we are deceiving ourselves. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ വേദപുസ്തകത്തിലുള്ളതായ എല്ലാ വിശുദ്ധന്മാരും പാപത്തോട് വളരെയധികം പോരാടിയ ദൈവദാസന്മാരാണ്. If he travels through the Bible, we see that every saint has fought with sin. ആമേൻ. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ വിട്ട് പാപം വിട്ടാകുന്ന നിർമ്മലമായ ഒരു ഹൃദയം ഉണ്ടായിരുന്നു എന്നല്ല, പക്ഷെ അതിനുവേണ്ടി എന്നും ആമേൻ ആഗ്രഹിച്ച് പോരാടുന്ന ഒരു ജീവിതമായിരുന്നു അവരുടേത്. And their life was a life which was a constant struggle against sin. ആമേൻ. നമ്മൾ സഭാപ്രസംഗിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. If you turn to Ecclesiastes, ആമേൻ, സഭാപ്രസംഗി 7-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഇത് ഞാൻ കുറെ ഏറെ വാക്യങ്ങളെന്ന് നിങ്ങളൊന്ന് ഓർപ്പിക്കും. നിങ്ങൾ ആമേൻ പറ്റുമെങ്കിൽ എടുത്തു വായിക്കാനായിട്ട് ശ്രമിക്കണം. സഭാപ്രസംഗി 7:20. ആമേൻ. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനുമില്ല. in 7th chapter verse 20 we read, so there is not one righteous man on earth who does what is right and never sins. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പോൾ ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നതായ, അല്ലെങ്കിൽ ദൈവപുത്രൻ ഇവിടെ ഉദ്ദേശിക്കുന്നതായ സംഗതി എന്താണ് എന്നുള്ളതായ കാര്യമാണ് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. And this is what I want to remind you of what is being spoken of here. ആമേൻ. ഇവിടെ നമ്മൾ സഭാപ്രസംഗിയിൽ വായിച്ചത് പാപം ചെയ്യാതിരിക്കുന്ന, നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നീതിമാനുമില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ ആരുമുണ്ട്? യോബുണ്ട്. If you read, there is not a righteous man on earth, who does that include? It includes us too. അപ്പോൾ യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ നീതിമാനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ, ദൈവമായ കർത്താവ് കൊടുത്ത നീതീകരണമാണ് അവനുണ്ടായിരുന്ന നീതീകരണം. If we talk about Job being a righteous man, it is because he got righteousness through God. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ, If you turn to New Testament, ആമേൻ, റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? in Romans chapter 7 verse 18 and 19, ആമേൻ. ഞാൻ ആ ആ ആ അടുത്ത 19 വാക്യം വായിക്കുന്നത്, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്ര പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. from 19th we read this, for what I do is not good, I want to do, no, the evil I do not want to do, this I keep on doing. Now if I do what I do now want to do, it is no longer I
who do it, but it's the sin that lives in me. ഞാൻ നേരത്തെ അപ്പോസ്തലനായ യോഹന്നാന്റെ കാര്യം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വ്യക്തിയാണ് ഈ അപ്പോസ്തലനായ പൗലോസ്. And if you'll talk about Apostle Paul, he was a person who was even taken up to the third heaven. ആമേൻ. എല്ലാവരെക്കാളും കൂടുതലായി ദൈവകൃപ പ്രാപിച്ച വ്യക്തിയാണെന്ന് തന്നെ അതായത് സാക്ഷീകരിക്കുന്ന വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. He himself testifies that he has received more righteousness than anyone. എല്ലാവരെക്കാളും കൂടുതലായി കർത്താവിന് വേണ്ടി അധ്വാനിച്ചതായ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. He is the one who toiled the most. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ അദ്ദേഹം പറയുന്നത് ഹല്ലേലൂയ തന്റെ അപ്പോസ്തലത്വത്തിൻ്റെതായ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നന്മ ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം എന്നിലുണ്ട്. And yet he says that I am going through a situation where I'm not able to do the good I want to do. എനിക്ക് നന്മ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിട്ടും അത് ചെയ്യുവാൻ കഴിയാതെ കടന്നു പോകുന്നതായ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്നതായ ഒരു സാഹചര്യം എൻ്റെ ഈ ശരീരത്തിനുണ്ട്. He's saying in his body he is unable to do the good he wants to do, but ends up doing the evil he does not want to do. ഞാൻ ആഗ്രഹിക്കാത്തതാണ് പലപ്പോഴും ചെയ്തു കൂട്ടുന്നത് എന്നാണ് അദ്ദേഹം അത് നമ്മുടേതായ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. What he's saying is he's doing the things he does not desire to do. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവമായ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ അവൻ ശുദ്ധീകരണം അല്ലെങ്കിൽ പാപരഹിതമല്ല. എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നതായി ഇങ്ങനെയാണ്, അവൻ കേവലം ബാഹ്യമായ ഒരു ധാർമ്മികമായ ഒരു അവസ്ഥയുമല്ല കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. What we are looking to learn is that God is not expecting us just to be free of sins and be moral. ഹല്ലേലൂയ. നമുക്ക് ഒരു ഔട്ട്വേർഡ് മൊറാലിറ്റി അല്ല ദൈവം നമ്മിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. What God is not expecting us is just outward morality. ഹല്ലേലൂയ. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് ഒരു വാക്യം വായിക്കുന്നുണ്ട്. 27ഉം 28ഉം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമെ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമോയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞതത്രേ. Here it says, woe to you Pharisees, you are like white painted tombs, you are filled with hypocrisy, you are clean outside but you are stinking inside. ദൈവജനമേ, നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ആ പുറമേ ഉള്ളതായ ധാർമ്മികത അല്ല, പുറമേ ഉള്ളതായ ചട്ടക്കൂട്ടല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ഒരു ഹല്ലേലൂയ വിശുദ്ധിയോടുള്ളതായ നമ്മുടെ സമീപനം എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായ കാര്യം. What we are learning here is not just about abiding by the law, but it is about the inner purity. ഞാൻ രണ്ടാമത് ഓർപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ പോയിന്റ് എന്നത് ചോദിച്ചാൽ, പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, വാട്ട് ഇറ്റ് ഈസ് ദെൻ. എന്താണ് ഹല്ലേലൂയ ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? What does it mean to have the purity of heart? ആമേൻ. നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനം 86:11. Let's turn our attention to Psalm 86 verse 11. Amen. Praise the Lord. Amen. Praise the Lord. Hallelujah. അപ്പോൾ നമ്പർ 1 പോയിന്റ് ഹല്ലേലൂയ ഇവിടെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആ പോയിന്റ്, അതായത് അണ്ടർലൈനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ വേർപിരിയാത്ത വിട്ടുപിരിയാത്തതായ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ അൺഡിവൈഡഡ് ഹാർട്ട്, വിട്ടുപിരിയാത്ത ഒരു ഹൃദയം എന്നാണ്. The first point about purity of heart is a heart that is undivided and inseparable from God. ആമേൻ. ദൈവമായ കർത്താവിനോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ എന്നുള്ളതായ നിലയിൽ ഒരു 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 സാധാരണ വ്യക്തി എന്നുള്ളതായ നിലയിൽ പാപപങ്കിലമായ ഒരു ശരീരത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്.
Now, as a human being, we live without sin in our body. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പണ്ടൊരിക്കൽ ഓർമ്മിപ്പിച്ചതുപോലെ ഹല്ലേലൂയ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടേതായ ഈ ബെഞ്ചിൽ ഇരിക്കുന്നത് ഈ ലോ ഓഫ് ഗ്രാവിറ്റി ഹല്ലേലൂയ എന്നുള്ളതായ ഒരു തത്വമുള്ളത് കൊണ്ട് മാത്രമാണ്. And what we are standing or you being sat on your bench is because of the laws of gravity. നമുക്കറിയാം, അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ബഹിരാകാശത്തേക്ക് കടന്നു പോകുന്നതായി പ്രിയപ്പെട്ടവരുടേതായ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. And we have seen the videos when people travel to the space. അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ റൂമിനകത്ത്, ഈ സാങ്ച്വറിക്കകത്ത് അകത്തായിരിക്കുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരിടത്ത് ഇരിക്കാൻ പറ്റുകയില്ലായിരുന്നു. And if we were in a place where there is no gravity, we wouldn't be sat here. നമ്മളിങ്ങനെ പറന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കും അല്ലേ? We would have been in a situation where we are floating in midair. ആമേൻ. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ഭൂമി നമ്മെ പുറകോട്ട് താഴോട്ട് ആകർഷിക്കുന്നത് കൊണ്ടാണ്. We are sat here because the law of gravity that attracts us to the earth. ഞാൻ ആ പോയിന്റ് പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, അവൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ സർവ്വലോകവും അതായത് ദുഷ്ടന്റെ അധീനതയിലാണ്. എല്ലാവരും പാപം ചെയ്ത ദൈവത്തിൻ്റെതായ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പാപം നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുക, താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. Oh, this whole world is under the control of the evil one, and sin is constantly attracting us towards it. എന്നാൽ എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസമുണ്ട്. But you and I, there is a difference. ദൈവകൃപ പ്രാപിച്ചപ്പോൾ, when we got the grace of God, ക്രിസ്തുവിൻ്റെതായ ക്രൂശ് മരണത്തെ നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിച്ച വായ് കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ, when we accepted and confessed through our mouth about the sacrifice, നമ്മൾ ഈ പാപത്തിൻ്റെതായ അടിമയല്ല, നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു. we are no longer slave of sin but a child of God. ആമേൻ. അപ്പോഴും നമ്മൾ ആയിരിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്, ഈ പാപപങ്കിലമായ ലോകത്തിൽ തന്നെയാണ്. Even though we are still in the sinful world, എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു വാഞ്ചയുണ്ട്. but deep within us there is a desire. നമ്മുടെ വാഞ്ച എന്താണ്? എങ്ങനെയെങ്കിലും എൻ്റെ ദൈവമായ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ശുദ്ധീകരണത്തിലേക്ക്, ഹൃദയ ശുദ്ധിയിലേക്ക്, ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലേക്ക് കടന്നു വരണമെന്നാണ് എന്റെയും നിങ്ങളുടെ ആഗ്രഹം. Deep in us there is a desire that we raise ourselves to the holiness, the standards God wants അപ്പോൾ us. ആ ആഗ്രഹം എനിക്ക് കാണിച്ചു തരണമേ എന്നാണ് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുന്നത്. എനിക്ക് അവിടുത്തെ വഴി എനിക്ക് കാണിച്ചു തരണമേ, ഞാൻ ആ സത്യത്തിൽ നടക്കും എന്ന് പറഞ്ഞാൽ, ഹൃദയശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവിൻ്റെതായ ആ ശുദ്ധീകരണത്തിനുള്ള ഒരു വാഞ്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Purity of heart, as the psalmist says, is to teach that you be taught in the way and you desire to live in the purity. ഇവിടെ ഓർക്കുന്നത് ഒരു അൺഡിവൈഡഡ് ആയിട്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ യാതൊരു വിധത്തിൽ ഒരു ഏകാഗ്ര ഹൃദയം ദൈവമായ കർത്താവിനെ സേവിക്കുവാൻ, അത് വേണമെങ്കിൽ അതുമാകാം, ഇത് വേണമെങ്കിൽ ഇതുമാകാം എന്നുള്ളതായ നിലയിലല്ല, എൻ്റെ ദൈവത്തെ മാത്രമേ ഞാൻ സേവിക്കുകയുള്ളൂ എന്നുള്ള ഒരു വാഞ്ചയായിരിക്കണം ഒരു ശുദ്ധ ഹൃദയത്തിന് ഉണ്ടാകേണ്ടത്. An undivided heart is the one that concentrates on the will of God, not that I will choose anything that comes my way. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. In Matthew chapter 6 verse 22 we read this way. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായി തീരും. The eye is the lamp of the body. If your eyes are good, your whole body will be full of light. നമ്മുടെ ശരീരത്തെ കുറിച്ച്, നമ്മുടെ കണ്ണിനെ കുറിച്ചാണ് ഇവിടെ കർത്താവ് പറയുന്നത്. Jesus is talking about our eye. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഐസ് അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായി കണ്ണല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. Here it does not talk to you about the physical eye. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റെങ്കിൽ ഇവിടെ വിവക്ഷിക്കുന്നത് നമ്മുടെ ആത്മീയമായ കണ്ണുകളെ കുറിച്ചാണ്. We could interpret it either way, but here the reference is about us spiritual eye. നമ്മുടെ ഹൃദയ കണ്ണുകൾ കർത്താവിലേക്ക് ഏകാഗ്രമാകുമ്പോൾ, കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവകാര്യങ്ങളാണ് നമുക്ക് വലുതായിട്ട് തോന്നുന്നത്. If you train our spiritual eye towards God, then you will find that to be more meaningful. മറ്റേത് വിഷയത്തിനും മുമ്പേ കൊണ്ട് നിർത്തിയാലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണ് നിത്യതയിലേക്കായിരിക്കും. നിത്യതയിൽ നിന്ന് വേർപിരിക്കുന്ന
ഒരു സംഗതിയിലും ദൈവ പൈതൽ ചെന്ന് ഇടപെടുകയില്ല. A child of God, you put him anywhere, he will always train his attention to eternity. ആമേൻ. നിങ്ങളത് എന്നെ അത് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I hope you are paying attention. ദൈവജനമേ, നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. We are saved by grace, എന്നാൽ നമ്മൾ ജീവിക്കുന്നത് ഈ പാപപങ്കിലമായ ലോകത്തിലാണ്. but we live in a sinful world. ഞാൻ നേരത്തെ ലോ ഓഫ് ഗ്രാവിറ്റി കാര്യം പറഞ്ഞതുപോലെ സാത്താൻ നമ്മളെ എപ്പോഴും പുൾ ഡൗൺ ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. As I mentioned about law of gravity, Satan is trying to attract us. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ എന്ന് പറയപ്പെടുന്നതായ ഒരു എഞ്ചിൻ നമുക്ക് തന്നിരിക്കുകയാണ്. But for you and me, we have been given the grace of God and an inclination to it. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഒരു വിമാനം, ഒരു പ്ലെയിൻ ഹല്ലേലൂയ, ഈ ലോ ഓഫ് ഗ്രാവിറ്റി ഉള്ളതായ ഇതേ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നത് ഇതിന് ഉള്ളിലുള്ളതായ ഒരു എഞ്ചിനാണ്. ഹല്ലേലൂയ, അതിനെ അതിജീവിക്കുന്നതായ ഒരു ശക്തി ഇതിനകത്തുള്ളത് കൊണ്ട് A plane is able to travel through the air because there is an engine that can push it through against the gravity. ദൈവജനമേ, എന്നിലും നിങ്ങളിലും ഹല്ലേലൂയ പാപപങ്കിലമായ ലോകത്തെ ഹല്ലേലൂയ താഴെ ആമേൻ മറിച്ചിട്ട് താഴെ കളഞ്ഞിട്ട് അതിനെ ഉയർന്ന് അതിനെ ഹല്ലേലൂയ അതിന്റെ മുകളിൽ സഞ്ചരിക്കുവാൻ, അതിനെ മുകളിൽ നിൽക്കുവാൻ തക്കവണ്ണമുള്ളതായ ദൈവശക്തിയാണ് ഹല്ലേലൂയ ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. God has put his power in you and I so that we can raise ourselves from the sinful world and travel against it. ഇന്ന് പൽക്കാല ഹൃദയശുദ്ധി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്ഥിരമായ ഒരു ആത്മാവ് എനിക്ക് നിങ്ങൾക്ക് വേണം. If you want that purity of heart, we need a steadfast heart. അതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. This is what James says. ആമേൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വളരെ പരിചയമുള്ള വേദഭാഗമാണല്ലോ. In James chapter 1 verse 8, a familiar one. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. Here is what we read. ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും മത്സരനാകുന്നു. A double-minded man is unstable in all that he does. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പൽക്കാലം ഒരു ഹൃദയ ശുദ്ധി എന്ന് പറയപ്പെടുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ നമ്മുടെ നാളുകൾ കഴിക്കണം എന്നുള്ളതായ ഒരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. The purity of God here, heart means that we have a desire to live for God all the days. ആമേൻ. ദൈവമായ കർത്താവിലേക്ക് മാത്രം നമ്മുടെ കണ്ണ് ഉയർത്തണം. That our eyes are always trained towards God. അങ്ങുമിങ്ങും നോക്കി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോയാൽ ആമേൻ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയില്ല. If we are distracted by the world, we will not be able to live a holy life. ആമേൻ. ഇരു മനസ്സുള്ളതായ ആമേൻ ഹല്ലേലൂയ മനുഷ്യൻ തന്റെ വഴികളിലെല്ലാം അസ്ഥിരനാകുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. James says a person who has double mind is unstable in all that they do. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ദൈവമായ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ നാം ഹൃദയ ശുദ്ധിയോടുകൂടെ എന്ന് പറയുമ്പോൾ അൺഡിവൈഡഡ് അറ്റൻഷൻ ഹല്ലേലൂയ അവൻ ദൈവത്തിൽ നിന്ന് വേർപിരിയാത്ത ഒരു ഹല്ലേലൂയ ഒരു കോൺസെൻട്രേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. So the purity of heart here refers an undivided attention to God and to concentrate on him. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 1 യോഹന്നാന്റേതായ ആ ലേഖനത്തിൽ 1:7 ഇങ്ങനെയാണ് വായിക്കുന്നത്. In 1 John 1:7 we read about purity. ആമേൻ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. We read, but if we walk in the light as he is in the light, we have fellowship with one another, and the blood of Jesus his son purifies us from all sins. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതായ കാര്യം? What does this verse teach us? നമ്മുടെ കർത്താവ് പറയുന്നത് ഞാൻ വെളിച്ചമാണ്. Jesus says, I am the light. അവൻ കർത്താവ് വെളിച്ചമാണ്. കർത്താവ് നടക്കുന്നത് വെളിച്ചത്തിലാണ്. He is light and he walks in the light. അവൻ അങ്ങനെയാണെങ്കിൽ നാമും ഹല്ലേലൂയ അവൻ ശുദ്ധീകരിക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നതായ വ്യക്തി ഹല്ലേലൂയ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ട് കർത്താവിനെ നോക്കി യാത്ര ചെയ്യുമ്പോൾ ആ വ്യക്തി എവിടെയാണ് നടക്കുന്നത്? So if we desire and we want to live like that, and if you're looking at Jesus, where will we walk? ഈ അന്ധകാരം നിറയപ്പെട്ടതായ ഈ ലോക
ലോകത്തിലല്ല. It will not be in this dark world. ഞാനും നിങ്ങളും നോക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെ കാണുന്നത് അവരെ പോലെ നടക്കുന്നവരായിട്ടാണ് തോന്നുന്നത്. When others may look at us, they will think that we are walking in the same manner. എന്നാൽ ദൈവം നമ്മളെ നോക്കുമ്പോൾ നാം വെളിച്ചത്തിൽ നടക്കുന്നവരായിട്ട് കാണുന്നത്. But when God sees us, He wants to see us walking in the light. കാരണം എന്നത് ചോദിച്ചാൽ നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. Because we are saved by grace. നാം കൃപയാൽ നമ്മുടെ ജീവിതം കർത്താവിലേക്ക് കേന്ദ്രീകരിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ടവരാണ്. We have committed to center our life on Jesus. നാം കൃപയാൽ കർത്താവിനെ മാത്രം നോക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ജീവിതത്തിൽ തീരുമാനമെടുത്തവരാണ്. We have decided to focus only on Jesus. അപ്പോൾ അതുകൊണ്ട് അവരെ നോക്കിയിട്ട് കർത്താവ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ദൈവവുമായിട്ടൊരു കൂട്ടായ്മയുണ്ട്, അതുമാത്രമല്ല നമ്മുടെ സഹോദരങ്ങളുമായിട്ട് കൂട്ടായ്മയുണ്ട്. And so Jesus is telling that we have a fellowship with God, but also with our brothers and sisters. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതായ സാരം എന്ന് ചോദിച്ചാൽ ഹൃദയശുദ്ധി എന്ന് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹല്ലേലൂയ നമ്മൾ ഓർക്കുന്നത് പോലെ ഹല്ലേലൂയ അവൻ പാപരഹിതമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതല്ല. So here what we learn is purity does not mean free of sin. എന്നാൽ പാപം ചെയ്ത് ജീവിക്കുക എന്നാണോ എൻ്റെ അർത്ഥം? But it does also mean that we live in sin. ഇത് ഞാൻ പാസ് പറയുന്നത് പാപം ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത്. Please do not think of this as pastor giving me the license to do what I want. ഇവിടെ ഉദ്ദേശിക്കുന്നതായ കാര്യം ഹല്ലേലൂയ പാപത്തോട് വിട പറഞ്ഞവരും പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടാത്തവരുമായ ഒരു കൂട്ടരാണ്. Here we're referring to a group that does not want to sin and has got rid of sin. എന്നാൽ അടുത്ത ഒരു പോയിന്റ് ഞങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് how can we pursue purity of heart? ഈ ഹൃദയത്തിൻ്റെതായ ശുദ്ധി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? So next question is how can we pursue this purity of heart? നമുക്കറിയാം നമ്മൾ ഹല്ലേലൂയ ആദ്യത്തെ പടി എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ പ്രത്യേകിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ 1 യോഹന്നാൻ്റെതായ അതായത് ലേഖനത്തിൽ 1:9 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In 1 John chapter 1 verse 9 we read this. ആമേൻ. ഇങ്ങനെയാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. If we confess our sins, He is faithful and just and will forgive us our sins and purify us from all unrighteousness. ആമേൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരു പാപത്തിൻ്റെതായ അല്ലെങ്കിൽ ഹൃദയശുദ്ധി വേണമെന്നുള്ളതായ താല്പര്യമുള്ളവരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എല്ലാവരും. I believe everyone here are one pursuing purity of heart. ആമേൻ. ഹൃദയത്തിന് ശുദ്ധി വന്നിട്ട് എനിക്കും നിങ്ങൾക്കും ദൈവത്തോടു കൂടെ നമ്മുടെ നിത്യത ചെലവഴിക്കണമെന്നുള്ളതായ താല്പര്യത്തോടു കൂടെ തീരുമാനിച്ചിറങ്ങിയവരാണ് നമ്മൾ എല്ലാവരും. We are all who have decided and want to pursue eternity. ഹല്ലേലൂയ. അങ്ങനെ നാം തീരുമാനിച്ച് ഇറങ്ങി ഹല്ലേലൂയ നമ്മുടെ കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിച്ച ദൈവമാണ് ഹല്ലേലൂയ ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത്. In our presence is a God who sanctified and purified us from all our sins. ആമേൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മുടെ സ്റ്റാറ്റസ് ഹല്ലേലൂയ ഈ പാപപങ്കിലമായ ലോകത്തിലാണെങ്കിലും കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടവരുടേതായ ഗണമാണ്. And we have been saved by grace, and even though we live in this sinful world, എന്നിലും നിങ്ങളിലും നോക്കിയാൽ ചിലപ്പോൾ കുറവുകൾ കണ്ടേക്കാം. Even if you look at us, we may find shortcomings. ബാഹ്യ കണ്ണുകൾക്ക് ചിലപ്പോൾ എന്നിലും നിങ്ങളിലുമുള്ളതായ കുറവുകളെ ചിലപ്പോൾ അവർക്ക് എടുത്തു പറയുവാനും കഴിഞ്ഞേക്കാം. Others may be able to spot the shortcomings in our lives. എന്നാൽ എന്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ഹല്ലേലൂയ നമ്മുടെ സമീപനം അത് എന്താണ്? ഹല്ലേലൂയ കർത്താവേ എന്റെ ജീവിതത്തിൽ അറിയാതെ വന്ന പാപമാണ്, അറിയാതെ വന്ന അവൻ കുറവാണ് എന്നുള്ളതായ ചിന്തയിൽ നാം ദൈവമായി കർത്താവിനോട് മനഃപൂർവ്വം ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്ന ഒരു കർത്താവ്. But deep inside, if we know we have shortcomings and we confess to God, He is a God who is able to forgive you. അപ്പോൾ ഒന്നാമത് ശുദ്ധീകരണം വേണമെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണമെന്നുള്ളതാണ്. So for purity, the first thing we need to do is to confess our sins. അത് ഒരു ദിവസം മാത്രമല്ല, ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവൃത്തി. It is not a one-time activity, but one that we do daily. ഞാനൊരു ഉദാഹരണം പറയാം. Let me give
you an illustration. കാറിൻ്റെതായ കാർ വാഷ് ചെയ്യുവാൻ തക്കവണ്ണം ഇപ്പോൾ കാർ നോക്കിക്കഴിഞ്ഞാൽ അത് ഡേർട്ടി ആയിട്ട് തോന്നുന്ന എത്ര ഇവരുടെ കാർ ഇവിടെ ഉണ്ട്? If you look at our cars, how many cars are the ones that are dirty? ഞാൻ പറയും എൻ്റെ കാറിനൊരു വാഷ് ആവശ്യമാണ്. I will tell you my car needs a wash. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് വാഷ് ചെയ്തിട്ടില്ല, അതാണ് എൻ്റെ കാര്യം. Because I know it has not been washed. ഞാൻ പറഞ്ഞു വരുന്നത് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളതായ കാറ് ഈ റോഡിലൂടെ ഓടിച്ചാലും ആ കാറ് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് എന്തുണ്ടാകും? ഡേർട്ടി ഉണ്ടാകും, അല്ലെങ്കിൽ അഴുക്കാകും. No matter how expensive a car that you drive on this road, after some time it will become dirty. ഏറ്റവും എക്സ്പെൻസ് ആയിട്ടുള്ള കാർ ഏതാ? നിങ്ങളൊന്ന് പറയാമോ? Which is എനിക്കറിയാം. the most expensive car? എന്താണ് ആയിക്കോട്ടെ, ഓക്കെ, റോൾസ് റോയ്സ് ഒന്നോ എന്തെങ്കിലും പറഞ്ഞോളൂ. ഏതൊക്കെ തരത്തിൽ മില്യൺസ് ഡോളർ ഉള്ളതായ ചെലവ് കഴിച്ചതായ റോഡ് കൊണ്ട് ആ കാറ് കൊണ്ട് ഈ ലോകത്തിൽ, ഈ വേൾഡിൽ, അമേരിക്കയിൽ തന്നെ നമ്മൾ സഞ്ചരിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് അഴുക്ക് പറ്റും. Now whether you're driving a Rolls Royce or a Bugatti, no matter how expensive on American roads, within a week it will become dirty. ഞാൻ പറഞ്ഞു വരുന്നതായ കാര്യം, രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. We are saved. നാം കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. We have been saved by God's grace. നാം കർത്താവിന്റെ കൃപയാൽ കൃപ പ്രാപിച്ചവരാണ്. We have received grace from Him. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെയും ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. But you and I, we still live in this sinful world. എന്നാൽ നമുക്ക് വേണ്ടുന്നതായ ഒരു പ്രക്രിയയാണ് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക എന്നുള്ളതായ പ്രക്രിയ. But what we need to do is to be sanctified by the blood of cross. അത് ഒരു ദിവസം നടക്കുന്ന ഒരു സംഭവമല്ല. It is not a one-time activity. അവൻ ലൈഫ് ലോങ് ആയിട്ടുള്ളതായ പ്രോസസ്സാണ്. പ്രോഗ്രസീവ് ആയിട്ട് ഓരോ ദിവസവും, എല്ലാ ദിവസവും കർത്താവ് അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നാം പാപികളുടെ കൂട്ടത്തിലല്ല, രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. It is a lifelong process that if we confess our sins, we will not be part of the sinful but the sinless. ദൈവജനമേ, ഈ ദിവസങ്ങൾ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Can we cry to our God, God, wash me clean from my sins? പലപ്പോഴും നമുക്കുള്ളതായ തെറ്റിദ്ധാരണ എന്തെന്നറിയാമോ? Here is how we are often mistaken. നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ജോലി തീർന്നെന്നാണ്. We think that if we confess and we are saved and baptized, it's over. It is not over. അത് തീർന്നു പോയിട്ടില്ല. ഓരോ ദിവസവും കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ആവശ്യമാണ്. It is not over. Every day we need to be washed by the cross, blood of Christ. കഴുകൽ പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് മാറി വരണമെന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ഹൃദയ ശുദ്ധിയുള്ളവർ, ഹല്ലേലൂയ, ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. That is what it says. Blessed are the pure in heart, for they will see God. ആമേൻ, ഹല്ലേലൂയ. അടുത്ത ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഹല്ലേലൂയ, ആമേൻ, saturate our hearts with God's word. ഹല്ലേലൂയ, ദൈവവചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക എന്നുള്ളതാണ്. What the next thing is to saturate or fill ourselves with God's word. ഇവിടെ നമ്മൾ സങ്കീർത്തനം 119-ായ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. In Psalms chapter 119 verse 11 we read നമുക്ക് this. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. I have hidden your word in my heart that I might not sin against you. ദൈവമേ, നമ്മൾ ചലഞ്ചസ് ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. We live in a very challenging world. നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ, അതുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. I speak to the kids and hence being translated. നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാനായിട്ടുള്ളതായ സാധ്യത ധാരാളമുള്ള ലോകമാണിത്. There are plenty of opportunities for us to get distracted. നിങ്ങൾ സൺഡേ സ്കൂളിൽ നിന്ന് പഠിക്കുന്നത്, You are learning in Sunday school. നിങ്ങൾ സഭായോഗത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, You are listening to the word of God in the church. അത് ഞാൻ കൂടെ ഓർപ്പിക്കാറുള്ള പോലെ ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ കടത്തി കളയുവാനായിട്ടുള്ളതല്ല. It is not to be heard through one and to be left through the other. കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് പതിയണം. The word needs to be implanted in our hearts. നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വലിയവരിലും ചെറിയവരിലും
അകത്ത് പതിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ പാപത്തോടൊരു വിരക്തി നമുക്കുണ്ടാകും. If it is imprinted in our hearts, we will be able to fight the sin. ആമേൻ. ഹല്ലേലൂയ തിരുവെഴുത്ത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. That is what the word teaches us. ആമേൻ. ആമേൻ. തിരുവെഴുത്ത് കടന്നു വന്നാൽ അല്ലെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ രൂപാന്തരം താനെ കടന്നു വരും. If the word comes in our heart, there will be transformation. പാപത്തെ കാണുമ്പോൾ പാപമെന്ന് പറയുവാൻ തക്കവണ്ണം കഴിയും. When you see sin, you will be able to call it a sin. അരുതാത്തതായ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോൾ വേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും നിങ്ങളെ ഹല്ലേലൂയ നിയന്ത്രിക്കും. When you are in forbidden places, the Spirit of God and the word will be able to control you. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ഇതുവരെയും കടന്നു വന്നിട്ട് നമ്മുടെ നിത്യത നഷ്ടമാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ ഇടയാകരുത്. May we not be in circumstances where we lose our eternity. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ വചനത്തെ കൊണ്ട് നിറയ്ക്കണമേ, അവയെ തിക്കി നിറയ്ക്കണമേ എന്ന് നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? Can we pray, God, fill my heart with your word. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയോട് പാപം ചെയ്യാതിരിപ്പാൻ എന്റേതായ ഹൃദയത്തെ അവിടുത്തെ വചനം കൊണ്ട് നിറയ്ക്കണമേ. Fill my heart so that I do not sin against you, Lord. അങ്ങനെ തീർച്ചയായിട്ടും വചനം കൊണ്ട് ഹൃദയത്തെ നിറച്ചാൽ ഹല്ലേലൂയ ഹൃദയശുദ്ധി ഓട്ടോമാറ്റിക്കലി ആമേൻ ഹല്ലേലൂയ ആ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും. If you fill your heart with the word, you will find the purity you are seeking. ആമേൻ. ഹല്ലേലൂയ ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് ഇവിടെ പറയുന്നത്. We read, blessed are the pure in heart, for they will see God. നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ എന്താണ്? ഒരു ദിവസം ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് പോലെ, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ മുഖാമുഖമായിട്ട് ഹല്ലേലൂയ കണ്ടുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. What is our hope? That you and I see each other face to face and we worship God. എന്നാൽ നമ്മുടെ പ്രത്യാശ എന്താണ്? But what is our hope? ഇന്ന് നമ്മുടെ മനസ്സിന്റെ ആത്മീയമായ കണ്ണുകൾ കൊണ്ടാണ് ദൈവത്തെ കാണുന്നത്. Let us see God with our spiritual eyes. ഹല്ലേലൂയ. എന്നാൽ ഹൃദയശുദ്ധി പാലിച്ച് നാം ഈ ലോകത്തിൽ നിന്ന് പോയാൽ, But if you maintain purity in our heart and we leave this ഞാൻ world, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ദൈവത്തെ മുഖാമുഖമായി കണ്ട് നമ്മുടെ ദൈവത്തെ ആരാധിച്ച് നമ്മുടേതായ എറ്റേണിറ്റി, നമ്മുടെ നിത്യത ചെലവഴിക്കുവാൻ തക്കവണ്ണം കഴിയും. but if you do that, one day in the eternity we will see him face to face. ഹല്ലേലൂയ. അതിനായി നമ്മുടെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എല്ലാവരും പ്രാർത്ഥിച്ചാണ്ട് കേൾക്കപ്പെട്ടതായ ദൈവത്തിന്റെ മുമ്പായി കർത്താവേ, ഈ ദിവസങ്ങളിൽ ഒരു ഹൃദയശുദ്ധിയോടുകൂടെ കർത്താവേ ഹല്ലേലൂയ ദൈവത്തെ പിൻപറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവേ, അടിയനെയും വചനം കേട്ടതായ എല്ലാവരെയും ഈ ദിവസങ്ങളിൽ അവിടുന്ന് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. Now the time for praise and worship. Come on, please.